അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷബീർ വേങ്ങരയാണ്. കുറെ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ട് അപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഹാൻഡ് റെയിലും അതേപോലെ നമ്മളെ ഊഞ്ഞാലിന്റെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് മുനീർ മലപ്പുറത്തുള്ള ആളെ സ്റ്റാറ്റസ് കണ്ടിട്ട് വെറുതെ ചോദിച്ചാണ് ഇതെന്താ സംഭവം. അപ്പൊ ആള് പറഞ്ഞ് ഈ അവിടെ നിൽക്കി ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് മുമ്പ് വേറൊരാളിൽ കൂട്ടി വന്നിട്ട് ഇയാള് അങ്ങനെ മുജീബ് സാർ അറിയും മലപ്പുറം കളമ്പാടിയുള്ള അങ്ങനെ മുമ്പിൽ വന്നിട്ട് എനിക്ക് മൈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ബിസിനസിനെ കുറിച്ച് കുറെ പറഞ്ഞു തന്നെ അവർ എനിക്കൊരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അതാണ് ഈ പ്രൊഡക്റ്റ്. ഇപ്പൊ ഈ വീഡിയോയിൽ വരാൻ കാരണം വെച്ചാല് മൈ ലൈഫ് സ്റ്റൈൽ പറഞ്ഞ ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ആണ്. അപ്പോ ആരെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞോളി, ഞാനത് കണ്ടോണ്ട്. അപ്പം 5 വർഷം ആയി ഏകദേശം എന്റെ കൂടെ ഇരിക്കണ മുജീബ് സാറ് ഈ ഫീൽഡിൽ വന്നിട്ട് ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇതിനെ കുറിച്ച് മൂപ്പര് കൂടുതലായിട്ട് എന്റെ അറിവിലേക്കും കൂടാതെ നിങ്ങളുടെ അറിവിലേക്ക് കൂടി പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ പേസ്റ്റിനെ കുറിച്ച് മുജീബ് സാറിന് സംസാരിക്കാം. ഓക്കെ. അപ്പോ ഏതായാലും സുഹൃത്തുക്കളെ, ഞാൻ ഈ ബിസിനസ് കടന്നു വന്നത് ഒരു പേസ്റ്റിന് കൊള്ളാം. എന്റെ പല്ലുപൊളിപ്പ് മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു മെഡിക്കേറ്റഡ് പേസ്റ്റാണ്, സാധാരണ പേസ്റ്റല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണങ്ങൾ കൂടുതലാണ്. പല്ലുവേദന, മോണവീക്കം, ബ്ലഡ് വരവ്, വായനാറ്റ്, പൊളിപ്പ്, പുണ്ണ് ഇത്യാദി കാര്യങ്ങളൊക്കെ ഇതോട് സോൾവ് ആകും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ ബിസിനസ്സിലേക്ക് ആളുകൾ കടന്നു വരുന്നത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. കൂടുതൽ ആളുകളും അധികം ആളുകളും ഇപ്പൊ പേസ്റ്റ് ഉപയോഗിക്കുന്നവരാണ്. ഇതിന് പകരം ആളുകൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് മറ്റു മെഡിക്കേറ്റുകളുണ്ട്, പക്ഷെ അന്ന് കുറെ വാണിങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മളെ പ്രത്യേകം പ്രതിമ വാണിങ്ങളൊന്നുമില്ല. അതായത് സാധനം ഈ പ്രൊഡക്റ്റ് ഏതാണ് ആയുർവേദിക്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പെടാം. എല്ലാ ആയുർവേദിക്കും വാണിംഗ് ഇല്ല, അതിൽ വാണിംഗുള്ള ആയുർവേദിക് ബെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആരും ഇതൊരു മോശം മോശമുണ്ട്. ആൾക്ക് റിസൾട്ട് കിട്ടാതെ ഞാൻ അവർക്ക് പല്ലിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ പല്ലിന് എന്തെങ്കിലും നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല കറകളൊക്കെ നന്നായിട്ട്. അതന്നെ, അത് ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാകാൻ അവർക്ക് ഓരോ പ്രശ്നങ്ങൾ സോൾവ് ആയി എന്നുള്ളതിന്റെ പ്രധാന. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കയറുന്നത്. കാരണം ഇത് ഇപ്പൊ നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഈ മേഖല 5 വർഷമായി ഈ മേഖലയായിട്ട്. പക്ഷെ ഫുൾ ടൈം ആയിട്ടൊന്നുമില്ല. പക്ഷെ ഇത് ഇപ്പൊ ഫുൾ ടൈം ആവാൻ കാരണം ഇതിന്റെ ആളുകൾക്ക് കൊടുത്ത റിസൾട്ട് കൊണ്ടും അതുപോലെ തന്നെ ഇതൊരു വലിയൊരു ബിസിനസ് സാധ്യതയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലൈഫ് ടൈം കരിയർ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ പ്രത്യേകിച്ച് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പൊ എല്ലാ പഠിച്ച കുറിച്ചും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയണമെന്നുണ്ടാവില്ല. പക്ഷെ അത് സ്വയം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്ക് കോൺഫിഡന്റ് പോകും. ആ കോൺഫിഡന്റ് വെച്ചിട്ടാണ് മറ്റുള്ളവർ റെക്കമെൻഡ്. സത്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡന്റ്. അത് ഞാനിപ്പോ ഞാനും നിങ്ങളെപ്പോലെ സാധാരണ. പക്ഷെ ഈ ബിസിനസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് കൊണ്ട് ഒട്ടനേകം ആളുകൾക്ക്, നാട്ടുകാർക്കും മറ്റു പിന്നെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ റെക്കമെൻഡ് ചെയ്ത ആവശ്യം. അപ്പൊ ഒരു കാര്യം എനിക്ക് പിടികിട്ടി, ഈ പ്രൊഡക്റ്റ് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ റെക്കമെൻഡേഷനിലൂടെ കൂടുതൽ ബിസിനസ് വന്നു. അവരൊക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ആളുകൾ വ്യക്തി ഉപയോഗിച്ച് മാറ്റി കൊടുക്കും. ഞാൻ പറഞ്ഞ എല്ലാവർക്കും വരാൻ പേടിയില്ലേ, ആളെ ചേർക്കുന്ന പരിപാടിക്ക് ഞങ്ങളില്ല. അത് ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ മണീച്ച് കമ്പനികൾ കുറെ വന്നുപോയി. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ആളെ ചേർത്തിയാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും, പൈസ ആയിട്ട് നമുക്ക് എന്തെങ്കിലും തരുമോ? ആ ചേർത്തിയിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇതില്ല. ഏത് കമ്പനി ആയാലും കച്ചവടം നടന്നെങ്കിൽ പൈസ കിട്ടും. അപ്പൊ ഈ സാധനം ഓൾറെഡി നല്ല സാധനം. ഒരാളിപ്പോ ഇതിൽ ചേർന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റിന്റെ വില 194 റുപ്യാണ് MRP വില. അപ്പം ഇതിന് DP റേറ്റ് നമ്മൾ വാങ്ങുന്ന പൈസ 143 റുപ്യാണ്. അപ്പം ഇതിൽ ഐഡിയ എടുത്ത ഒരാൾക്ക് 143 റുപ്യക്ക് ഈ പേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഐഡിയ എടുത്തിട്ടുള്ളത്. ഐഡിയ കൊണ്ട് വേറെ എന്തെങ്കിലും വലിയ വണ്ടി ഉണ്ടാവോ? ഐഡിയ കൊണ്ട് വേറെ ദൂഷ്യഫലങ്ങളൊന്നുമില്ല. കാരണം ഐഡിയ അടിച്ചു മിസ്യൂസ് ചെയ്യും. ഐഡിയ അടിച്ചു എന്നുള്ളപ്പോ ഞാൻ ഇത്ര വർഷമായിട്ട് കുറേ അല്ല, അത് സാധാരണക്കാരായ ആൾക്കാരുടെ ഒരു സംശയമാണ്. സ്വാഭാവികമുണ്ട്. കാരണം ഐഡിയ നമ്മള് വിലപ്പെട്ട രേഖകളല്ലേ. ആധാർ കാർഡ് വാങ്ങിച്ച ആളുകൾ ഇപ്പൊ ആധാർ കാർഡ് ചോദിക്കാൻ തരൂല. കാരണം എന്താ വെച്ചാൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ഒരു തട്ടിപ്പ് നടത്തും. സ്വാഭാവികം എടുക്കണം. ഇപ്പൊ പ്രത്യേകിച്ച് ഫോണില് ഇപ്പൊ റിംഗ് ടോൺ വരുന്ന സമയത്ത് വരെ നിങ്ങൾ ആധാർ കൊടുക്കുന്നത്. അപ്പൊ പല തട്ടിപ്പ് നടക്കുന്നുണ്ട്, ഓൺലൈൻ തട്ടിപ്പ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പ്രത്യേകിച്ച് അഡ്രസ്സ് തരാൻ പഠിക്കും.
പക്ഷെ ഈ ബിസിനസ് ഇന്ന് വരെ ഞാൻ ഇതുവരെ എത്രയോ ആളുകൾക്ക് ഐഡി പ്രൂഫ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇത് കമ്പനി ഐഡി പ്രൂഫോട് കമ്പനിക്കും കാര്യമില്ല, എനിക്കും കാര്യമില്ല. പക്ഷെ അവർക്ക് ഇതോട് ഗുണമുണ്ടാവും. എന്താ വെച്ചാൽ അവർക്ക് ഐഡി അടിച്ചു എന്നുള്ള ഗുണം കൊണ്ട് മാത്രം ഈ പ്രൊഡക്റ്റുകളൊക്കെ എല്ലാ പ്രൊഡക്റ്റും ഈ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും ഹോൾസെയിൽ റേറ്റിൽ വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. ഒന്നാമത് ഒരു പീസ് എടുക്കണമെങ്കിലും ഹോൾസെയിൽ റേറ്റിന് ഒരു പീസായിട്ട് കമ്പനി കൊടുക്കുന്നത് മിനിമം 500 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റ് പരിഗണിക്കുക. ഒരു ഐഡിയ 500 രൂപ പർച്ചേസ് ചെയ്യണം. ആ 500 പർച്ചേസ് പറഞ്ഞാൽ ഒന്നിനോട് കുറച്ച് വാങ്ങിയാൽ 500 രൂപ പർച്ചേസ് ആയിട്ട് എക്സാമ്പിൾ ഒരു ഈ ഹെയർ ഇത് ഇങ്ങോട്ട് പുറത്ത് വാങ്ങിയ പർച്ചേസ്. അപ്പോ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇതിൽ ബെനിഫിറ്റ് ഉണ്ടാകും, ഹോൾസെയിൽ കിട്ടുന്നത്. അതും ആജീവനാന്ത ഹോൾസെയിൽ ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. ഒരു പ്രാവശ്യം അയാൾ ഇത് എല്ലാ കടകളും സാധനം വാങ്ങും കിട്ടും. ഈ കടകൾ കമ്പനി ഇതിന് ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കി, ആ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഇത് കിട്ടുക. ഇനി കമ്പനി കൂടുതൽ ഔട്ട്ലെറ്റ്, കാരണം മുമ്പൊന്നും കിട്ടാൻ കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇല്ല. ഇപ്പൊ കൂടുതൽ ഔട്ട്ലെറ്റ് കേരളത്തിൽ ഇപ്പോ ഒരു 10-20 ഉണ്ടാവും ഏകദേശം. മലപ്പുറം ജില്ലയിൽ 3 ഒന്ന് മഞ്ചേരി, മറ്റൊന്ന് എടപ്പാള്, കോട്ടക്കൽ ഉണ്ടായിരുന്നു. തൽക്കാലം സ്റ്റോക്ക് ഔട്ട് ആവുന്ന റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുണ്ട്. ഈ ഭാവിയിൽ എന്ത് മുമ്പ് മലപ്പുറത്ത് കേരളത്തിലെ ആകെ കൊച്ചിയിലും ഇവിടെ കോഴിക്കോട് മാത്രം ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇല്ല. ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ ഇവിടെ കൊറോണ കാലഘട്ടം മംഗലാപുരത്ത് പുറത്തിറക്കിയത് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അടുത്ത കാലഘട്ടത്തിൽ വരുന്നത് എല്ലാ പഞ്ചായത്തും ഓരോ ഔട്ട്ലെറ്റ് വന്നുകൊണ്ടിരിക്കും, എല്ലാ പഞ്ചായത്തും അല്ലേ. അപ്പൊ അതിന്റെ ഗുണം എന്താ വെച്ചാൽ സാധാരണക്കാർ ആളുകൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് എൻ്റെ സാധ്യത ഇനി വരുന്ന ഇതിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന കാലഘട്ടത്തിൽ ബിസിനസ് ആണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. അതുകൊണ്ടാണ് ആളുകൾ മാത്രമല്ല, ആളുകൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിലൂടെ കുറെ നേട്ടം, ഇതിലൂടെ വരുമാനം, ആരോഗ്യവും ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ തുടക്കക്കാരായ ആളുകാർ, ഇത് സാധാരണക്കാർക്ക് അറിയാത്തൊരു ബിസിനസ് മേഖല. ഞാൻ വന്നത് ഈ ബിസിനസ് അറിഞ്ഞ് വന്നതല്ല. പക്ഷെ ആളുകൾ പറയുമ്പോൾ മണി ചെയിൻ ആണെന്ന കാരണം മുൻ കാലഘട്ടങ്ങളിൽ കുറെ മണി ചെയിൻ കമ്പനികൾ ഇവിടെ അടിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ 5 പൈസ ആരെങ്കിലും വാങ്ങണം, അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ്. നമ്മൾ ആരും പൈസ വാങ്ങണ്ട, അവരെ പേര് അഡ്രസ്സും വാങ്ങാം. ആ വാങ്ങിയത് ഇവിടെ ഓൺലൈനിൽ നമ്മൾ രജിസ്ട്രേഷൻ ഐഡി അടിക്കാം. അതോടുകൂടെ ഇതിലെല്ലാ പ്രൊഡക്റ്റുകളും ആജീവനാന്തം മുഴുവൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഡിസ്കൗണ്ട് വാങ്ങി ഉപയോഗിക്കാം. രണ്ടാമതായി വേണേ കമ്പനി പറയുന്നത് റെക്കമെൻഡേഷൻ നടത്തും. സാധാരണ നമ്മൾ ഉപയോഗിച്ച് നല്ലതാണ് നാലാളോട് പറയും, സ്വാഭാവിക. നമ്മൾ ഇത് ഇത് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട്. ഇതെന്നല്ല, അത് നമ്മുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യം. നല്ലതാണ് നാളോട് പറയാം, ചീത്താണ് നാളോട് പറയാം. അപ്പൊ നല്ലതാകുമ്പോ ഓട്ടോമാറ്റിക് ഞാൻ ഈ ബിസിനസ് കടന്നു ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ഒരാളെ പറ്റിച്ചുള്ള പരിപാടിയൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ് ഞാൻ ആളുകൾ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങൊക്കെ പിന്നീട് വരും. കാരണം ആളുകൾക്ക് നല്ല പ്രൊഡക്റ്റ്, കാരണം അത് നമ്മൾ പറന്ന് കിഫാൻ പറഞ്ഞ പോലെ ഒരു ബാധ്യത. പറന്ന് കിഫ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരാള് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ രക്ഷപ്പെടുത്തി കൊടുക്കലും അവരുടെ രാജയെ എന്ന പോലെ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടായിട്ട് ഇത് ആളുകൾക്ക് ഇത് അറിയാതെ പോകണം. ഇത് സൈഡ് എഫക്റ്റുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ ബാധ്യതയും കൂടിയാണ്. പുറത്തുള്ള ഷോപ്പുകളിൽ ഇത് ഡയറക്ട് സെല്ലിംഗ് എന്നാ പറയാം. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് ഷോപ്പുകളിൽ ഉണ്ടാവില്ല, ട്രഡീഷണൽ മാർക്കറ്റാണ് ഈ കടകളിൽ ഉണ്ടാവുക. ഇത് ഡയറക്ട് സെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണമൊക്കെ ലഭിക്കുന്നത് സാധാരണ മറ്റു കമ്പനികൾ ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോകുന്ന ഈ പൈസ സാധാരണക്കാരായ ആളുകളിലൂടെയാണ് ഈ പൈസ ലാഭം കടന്നു. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും പൈസ കിട്ടും, എല്ലാവർക്കും ഇതിന് ലാഭം ലഭിക്കും. അതുകൊണ്ട് മാത്രമേ പറയാം, പറഞ്ഞ വെൽത്തിന് വെൽത്ത് ഉണ്ടാവും, ഹെൽത്തിന് ഹെൽത്ത് കിട്ടും. അത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടും. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ജോയിൻ ചെയ്ത് ബിസിനസ് ഏറ്റെടുക്കാവുന്നതാണ്. ഒന്നാമത് ആദ്യം വേണ്ടത് ഇപ്പോൾ കോൺഫിഡൻസ് ലഭിക്കാൻ ആദ്യം പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന കമ്പനി വേണം. അതുകൊണ്ട് തന്നെ ആ ഉപയോഗിച്ച് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ധൈര്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെയാണ് ഈ ബിസിനസ് പോകുന്നത്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എന്നല്ല, ഈ കമ്പനി എല്ലാ പ്രൊഡക്റ്റും എന്തിനൊന്ന് വെച്ചാൽ അത് അവരെ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഓയിലാണ് മറ്റൊന്ന് പറഞ്ഞ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം. ഇതും അതേപോലെ തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് ഇതിന്റെ കോംബോ ഒരു കൊടുത്താണ്. അതായത് ഇത് രണ്ടും കൂടെ ഇത് മഹാബംഗ്രാദി ഹെയർ ഓയിൽ, അതിന്റെ കൂടെ ആന്റി ഡാർട്ടോ ഷാമ്പു കോംബോ കൊടുത്താൽ
താരന്, മുടി കൊഴിച്ചല്, അകാലനില, ഇടപൊട്ട, അറ്റപുലര ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. കാരണം വിപണിയിൽ കിട്ടുന്ന ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കമ്പനിയുടെ പ്രത്യേകത ഇതിന് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു താരനുണ്ടാവും കോമ്പോൾ. ഈ ഇത് കുളിക്കുന്നതിന് മുമ്പ് കുളിക്കുമ്പോ തേക്കാളാം. അതുപോലെ തന്നെ ഇത് രാത്രി കിടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് തലയില് തലയോട്ടിയിലൊന്ന് മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് താരനുള്ള ആളുകളാണെങ്കിൽ തലയണമ്മൽ ഒന്ന് ഒരു കവറോ ഒരു ഷീറ്റോ ഇരിക്കണം. കാരണം ഈ താരം നിങ്ങൾ ചാടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്നോട് ഡയറി മാറ്റി കഴുകാൻ പാടുന്നത്. കാരണം അങ്ങനത്തെ ആളുകൾക്ക് പ്രത്യേക റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് എത്ര ഭാഗത്തുള്ള താരനാണ് അതുപോലെ മുടി കൊഴിച്ചത് നേരക്കൻ അകാല ചെറുപ്പത്തിലുള്ള നിര ഞങ്ങളത് പോയിട്ടുണ്ടെങ്കിൽ കാരണം കുഴപ്പമില്ല. കുറച്ചിന്റെ ക്വാളിറ്റി കൊണ്ടാണ് പോകുന്നത്. അതാ നിങ്ങൾ മുടി കറക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. മറ്റേ നോക്കാൻ നമുക്ക് കാണപ്പെട്ട നമുക്ക് പെട്ടെന്ന് അറിയുന്നില്ല. പക്ഷെ നമ്മൾ കാണുന്ന ആളുകൾ ചുറ്റും കാണുന്ന ആളുകൾക്ക് ചേഞ്ച് കാണുമ്പോ അവർ ചോദിക്കുക എന്താ നിങ്ങൾ ചേഞ്ച് ചെയ്യും. അപ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് നമുക്കെന്നെ ബോധ്യപ്പെടാം ഇത്രത്തോളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് കമ്പനി ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ ഉപയോഗിച്ച റിസൾട്ട് കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ മൂവിങ് ആയി പോകുന്നത്, ഇങ്ങനെ ആളുകൾ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റുമാണ് ബിസിനസ്സാണ്. അതുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച് ഏത് ആൾക്കും ഇത് വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നിർത്തിയിട്ട് ഇതിനൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് അതൊന്നും ചെയ്യണ ബിസിനസ് ഒന്നും നിർത്തണ്ട. 2 വർഷം കഴിയാണ്ട് നമുക്ക് ഇതിമൊന്നും കിട്ടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് അറിയില്ല. അതെ, ചെയ്യണ ജോലിയും ബിസിനസ് ഒന്നും നിർത്തണ്ട. ഇത് നമുക്ക് ചെയ്യുന്ന ടൈം ലിമിറ്റ് ഒന്നുമില്ല. അവനാണ് ഒഴിവുള്ള സമയത്ത് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇങ്ങനെ കവറിട്ട് കൊണ്ടുനടക്കുമ്പോൾ മടിയല്ലേ? അതായത് ആളുകൾക്ക് അങ്ങനെ കവറിലില്ല. നമ്മൾ ഓരോരുത്തർ ഒരുമിച്ച് കൂട്ടിയിട്ട് ആളുകൾക്ക് ഇപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ചെയ്യാം. ബിസിനസ് പുറത്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ വീട് വിടാതെ ഇറങ്ങി ചെയ്യുന്ന ബിസിനസ് അല്ല. റീട്ട് അങ്ങനെ വീട് വിടാതെ കുട്ടികൾ ചെയ്യുന്ന അത് സംഗതി ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിപ്പോ അവർ കുറ്റം പറഞ്ഞില്ല, അവർക്ക് അറിയാനിട്ട്. കാരണം ഇങ്ങനെ ചെയ്യുന്നില്ല, അത് ഇതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ഒരു ബിസിനസ് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ, പ്രൊഡക്റ്റും ബിസിനസ്സും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എത്താൻ അത് കൂടുതൽ ഇതിനെ കുറിച്ചും കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും ഇതെങ്ങനെ വരുമാനം ഉണ്ടാക്കി തരുന്നത്, ഇത്രത്തോളം വരുമാനം കിട്ടുമോ, അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കട്ടെ. മാത്രമല്ല പഠിക്കാൻ എന്താ ചെയ്യാ? ഇത് പഠിക്കാൻ ഇതിന് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഇതിന് സംവിധാനം. മലപ്പുറത്ത് എല്ലാ ശനിയാഴ്ചയും കമ്പനി GTS നടക്കുന്നത്. ഗേറ്റ് വേ ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള കവാടം. അപ്പൊ എങ്ങനെയാണ് വിജയിക്കാതെ മാറുന്നതെന്ന് അവിടെ പഠിപ്പിച്ചു തരും. ആളുകളൊക്കെ സമ്പത്ത് ഉണ്ടാക്കിയത് ബിസിനസ്സിലൂടെ. ജോലി ചെയ്ത ആരും മുതലാളിമാരായിട്ടില്ല. അതാണ് അന്നത്തെ കൂലിച്ചെലവുന്നത്. ഡയറക്ട് സെല്ലിംഗ് ആണെന്നൊന്നുമില്ല. ബിസിനസ് കുറെ മേഖലയുണ്ട്. അതിന്റെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. സാധാരണ മുതൽ മുടക്കിയിട്ട് ഇവിടെ ബിസിനസ് അതുണ്ട്. പക്ഷെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് തീരെ ഇല്ല. നമ്മൾ വേണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ആദ്യം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതാണ് കമ്പനി വേറെ ആളോട് റെക്കമെൻഡ് ചെയ്യാം. കാരണം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റെക്കമെൻഡ് ഉള്ള സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ പ്രൊഡക്റ്റ് ആളുകൾ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോഴാണ് ആളുകൾക്ക് ബിസിനസ് ആയി മാറും. അവർക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ അവർ ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ നടന്നു വിൽക്കാനല്ല, എല്ലാവർക്കും വേണ്ട പ്രൊഡക്റ്റ് ഹോൾസെയിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് എന്താ പറയാ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് അത് പറയാം, റെക്കമെൻഡ് ചെയ്യാം. അതായത് ഇതിപ്പോ എന്താ വെച്ചാൽ എല്ലാവർക്കും എന്നിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടാല് അവരെ ഐഡിയ അടിച്ചാൽ അവർക്ക് ഇതിപ്പോ ഇന്ത്യയിൽ എത്ര ഷോപ്പ് ഉണ്ട്? ഇന്ത്യയില് ഷോപ്പുകൾ. അപ്പൊ ഏകദേശം 1000ന്റെ അടുത്ത് ഷോപ്പുള്ള ഈ മൈ ലൈഫ് സ്റ്റോറിന്ന് നമ്മൾ ഇവിടുന്ന് ഒരാൾ ഐഡിയ അടിച്ചാലും, ഒരു ഉദാഹരണം പറഞ്ഞാൽ മുംബൈയിലൊക്കെ ഒരാൾ പോയിട്ട് അവിടുന്ന് ഇതിന്റെ സാധനം പർച്ചേസ് ചെയ്താലും അവർക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടും. ഇന്ത്യയിൽ ഇതിന്റെ കമ്പനി ഷോപ്പ് എവിടെ നിർത്താനും എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഇതിന്റെ വില ഒന്ന് തന്നെ. അതുകൊണ്ട് നമുക്കിതാണ് കൊണ്ടേ കൊടുക്കുന്നത്. അവിടെയുള്ള ആളുകൾക്ക് നമ്മൾ പേര് ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐഡി നമ്പർ കട്ട് കൊടുത്താൽ അവർ അന്ന് പർച്ചേസ് ചെയ്താൽ അവർക്ക് വരത്ത് വാങ്ങി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാവർക്കും വാങ്ങി ഡിസ്കൗണ്ട് വാങ്ങി ഉപയോഗിക്കാനുള്ള അവസരം കൂടിയാണ്, അല്ലാതെ നടന്നു വിൽക്കാനല്ല. ഇതിലിപ്പോ എത്ര പ്രോഡക്റ്റ് ഉണ്ട്? ഇതില്
160ഓളം പ്രൊഡക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി 2025 കഴിയുമ്പോഴേക്കും 250ഓളം പ്രൊഡക്റ്റുകൾ വരുന്നുണ്ടെന്നാണ് കമ്പനി പറഞ്ഞത്. കാരണം അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പ്രൊഡക്റ്റാണ്. തുടക്കകാലത്തിൽ ഈ പ്രൊഡക്റ്റിന്റെ ബിസിനസ് ആകെ 6 പ്രൊഡക്റ്റ് തുടങ്ങി. ഇതിലിപ്പോ ഒരാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കുറെ ആളുകളായിട്ട് ഇത് സംഭവം എത്തിച്ച്, കുറെ ആളുകൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്ത്, കുറെ ആളുകൾ ഐഡിയ അടിച്ച് അവർ വേറെ ആളുകളോട് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ ഒരാൾക്ക് ഒരു മാസം ഏകദേശം എത്ര പൈസ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റും? അതായത് ഈ കമ്പനി മാസമുള്ള വരുമാനം, ആഴ്ചക്കാഴ്ചക്ക് വരുമാനം കൊടുക്കും. അതായത് ഇത് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മുടെ ഷോപ്പിന്റെ എണ്ണം കൂടാ, ഷോപ്പിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കച്ചവടം കൂടും. ഷോപ്പില്ലല്ലോ, ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പുകളൊക്കെ വ്യക്തികളാണ്. നമ്മൾ റെക്കമെൻഡ് അതൊക്കെ ഷോപ്പായിട്ട് പരിഗണിക്കുക. കാരണം നമുക്ക് പ്രത്യേകം ഷോപ്പിന്റെ ഇതൊക്കെ നമ്മുടെ കെയർ ഓഫ് വരുന്ന ആളുകളൊക്കെ നമ്മുടെ ഷോപ്പുകളാണ്. അപ്പൊ അവര് വീട്ടിൽ വേണം പർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് നിത്യം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഏകദേശം നമ്മളെ ഈ മൈലേജ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഏകദേശം നിത്യോപയോഗ സാധനങ്ങളാണ് ഇതിൽ ഏകദേശം ഒക്കെ എല്ലാവർക്കും യൂസേജ് ഉള്ള പ്രൊഡക്റ്റുകൾ തന്നെ. പക്ഷെ അത്യാവശ്യം നല്ല വിലയുണ്ട് സാധനം. അത് നിങ്ങൾ പറഞ്ഞു, ആദ്യം എനിക്കങ്ങനെ തോന്നിയിരുന്നു. ഞാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ സാധാരണക്കാരൻ. ഞാൻ പറഞ്ഞു ഒരു 25 റുപ്യക്ക് പേസ്റ്റ് കിട്ടും, പിന്നെ ഈ 124 റുപ്യ എടുത്ത് പേസ്റ്റ് വാങ്ങേണ്ട കാര്യമില്ല. ആ സംശയം നിങ്ങൾക്ക് കൂടുതൽ. ഞാൻ സാധാരണ ഫാമിലി വരുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ 25 രൂപയുടെ പേസ്റ്റ് വാങ്ങി തേച്ച് മനസ്സിലായിരുന്നു. പക്ഷെ ഇന്നോട് ആളുകൾ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന സമയത്താണ് മെഡിക്കേറ്റഡ് പേസ്റ്റ് എന്ന കാറ്റഗറിയിൽ നമ്മൾ ഈ പേസ്റ്റ് വിടുന്നത്. ആ പേസ്റ്റ് ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പല്ലേക്കുന്ന സമയത്ത് വയറ്റിലേക്ക് ഇറങ്ങിപ്പോയാല് പ്രശ്നമാവൂലേ? അങ്ങനെ അതില്ല. അതുകൊണ്ട് പറയാൻ കാരണം അതിന് വാണെങ്കിൽ നമ്മൾ പേസ്റ്റ്, ചില പേസ്റ്റ് 6 വയസ്സ് ഉണ്ടാവും വാണെങ്കിൽ, ചില പേസ്റ്റ് 12 വയസ്സ് താഴെ കുട്ടികൾ ഉപയോഗിക്കും. ഡോക്ടർമാർ പറയാതെ ഉപയോഗിക്കുന്ന ചില പേസ്റ്റും ഉണ്ടാവും. നമ്മുടെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ പേസ്റ്റുന്ന ആ പത്രം വാണികളൊന്നുമില്ല. അതുകൊണ്ട് സൈഡ് എഫക്റ്റുകളില്ല. സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് മാത്രമല്ല പ്രൊഡക്റ്റിന് ക്വാളിറ്റിയും കൂടെ. അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റി ഉണ്ട്, വലിയ ക്വാണ്ടിറ്റി. അതാണ് ചില ആളുകൾ പറയും നിങ്ങൾ പേസ്റ്റ് വില കൂടുതലാണ്. അപ്പൊ അവര് പറയുന്ന പേസ്റ്റ് 20 ഗ്രാമിന്റെ 30 ഗ്രാമിന്റെ പേസ്റ്റാ പറയാം. നമ്മുടെ ഗ്രാം പേസ്റ്റ് 150 ഗ്രാമിന്റെ പേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ 150 ഗ്രാമിന് പേസ്റ്റിന് മെഡിക്കേറ്റ് പക്ഷെ 440 രൂപ വരെയുള്ള പേസ്റ്റുകളും ഇവിടെ വിപണിയിലുണ്ട്. അത് ആളുകൾക്ക് അറിയില്ല, സാധാരണക്കാർക്ക് അറിയില്ല. കാരണം അവര് വിപണിയിൽ തിന്നില്ല. അപ്പൊ നമ്മുടെ ഇത് 150 ഗ്രാം ഉണ്ട്. 150 അതൊരു ഐഡിയ അടിച്ച ഒരാൾക്ക് 143 റുപ്യക്ക് സാധനം വാങ്ങി. അതാ ഇതിന്റെ പ്രത്യേകത. ഇതിന് പ്രത്യേക ഐഡിയ. ഞാനിപ്പോ 143 റുപ്യക്ക് ഇത് വാങ്ങി. എക്സാമ്പിൾ ഒരു വേറെ ആൾ, ഇപ്പൊ നിങ്ങള് ഇത് ചേരാത്ത ഒരാളാണ്, ഞാൻ ഇങ്ങനത്തെ 143 റുപ്യക്ക് തന്നാലേ എനിക്ക് പിന്നെ എന്ത് ലാഭമുള്ളത്? അതായത് നമ്മള് ഈ അയാളെ അടിച്ചില്ല, നിങ്ങൾ അയാൾക്ക് 140 കൊടുത്തു. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോ തന്നെ കമ്പനി നമ്മൾക്ക് ഇൻകം വരുന്നുണ്ട്. എക്സാമ്പിൾ ഈ ഒരു പേസ്റ്റ് നിങ്ങൾ കമ്പനിയിൽ വാങ്ങുമ്പോ തന്നെ ഏകദേശം 6 റുപ്യ 50 പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഏകദേശം 40 പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ തരുന്നുണ്ട്. അത് അതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ പ്രൊഡക്റ്റ് ഞാൻ ഈ ഒരു പേസ്റ്റ് മാത്രം വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നാൽ എനിക്ക് 6 റുപ്യ 43 പൈസ അക്കൗണ്ടിൽ കമ്പനി തരും. അതായത് നിങ്ങൾ പേസ്റ്റ് വാങ്ങിയ വിലക്ക് തന്നെ വിറ്റാൽ നിങ്ങൾക്ക് നഷ്ടമില്ല എന്നർത്ഥം. നഷ്ടമില്ല ഇല്ല. അതായത് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് നമുക്ക് ലാഭമുണ്ട്, അതാ അതിന്റെ ഗുണം. അതുകൊണ്ട് നമ്മൾ വാങ്ങി വിറ്റില്ലെങ്കിൽ വേറെ ആള് വന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് നമ്മളെ ഐഡിയ കൂടി എടുത്താൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അത് കൂടുതൽ ബെനിഫിറ്റിലൂടെ കൂടുതൽ ആളുകൾ ജനങ്ങൾ എത്തിക്കുക നമ്മളെ. പക്ഷെ വേറെ എന്താ, അപ്പൊ നമുക്ക് ഇതിപ്പോ ഞാനൊരു പേസ്റ്റ് മാത്രം വാങ്ങിയിട്ട് എനിക്ക് ഞാനത് വരുമ്പോ അത് വേറെ രാത്രി തരുമ്പോഴേ അപ്പോ പിന്നെ ഈ ഒരു പേസ്റ്റ് മാത്രം എന്തെങ്കിലും കൂടുതൽ ഇത്ര രൂപക്ക് പർച്ചേസ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും വില കണക്കോ? അത് ഞാൻ പറഞ്ഞ പോലെ 500 രൂപയുടെ എടുക്കുമ്പോൾ ഐഡിയ നമുക്ക് 500, 1000, 1500, 2000 ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കാനാ കമ്പനി ഇപ്പൊ പറയണത്. ഞാൻ ആദ്യം വരുന്ന അതുണ്ടാവും, ഏത് ചില്ലറക്കും പ്രശ്നം ഉണ്ടാവില്ല. ഒരു 500 റുപ്യ ഞാനൊരു പ്രൊഡക്റ്റ് എടുത്ത് ഹോൾസെയിൽ ഞാൻ യൂസ് ചെയ്ത് പിന്നെ ഞാനൊരു പേസ്റ്റ് എടുത്ത് എന്നിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ലാഭം കിട്ടും? അപ്പോഴും കിട്ടും. അപ്പൊ ആക്ടിവേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ പൈസ വരുന്നുണ്ട്? അങ്ങനൊന്നുമില്ല. ആക്ടിവേഷൻ ആക്കാൻ പൈസ വേണ്ട. ഇനി പ്രൊഡക്റ്റ് എടുക്കാൻ നമുക്ക് ഹോൾസെയിൽ കിട്ടും. ഇനി നമ്മളെ കെയർ ഓഫ് വരുന്ന ബിസിനസിന്റെ ലാഭം നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ നമ്മളെ മെയിൻ ഐഡിയയില് ഒരു 5000 രൂപയുടെ പർച്ചേസ് നടത്തിയിരിക്കണം. അതാണ് പ്രത്യേകത. അതെന്താ വെച്ചാല് അതിപ്പോ എന്താ വെച്ചാല് നമ്മുടെ ഐഡിയ ആക്ടിവേഷൻ ആക്കിയത് കമ്പനി. നമ്മുടെ സാധാരണ
അതിന്റെ ആക്ടിവേഷൻ ആക്കുന്നത് അല്ല, ഈ 5000 റുപ്യ നമ്മൾ ഒരുമിച്ച് വാങ്ങണം? അത് വേണ്ടെന്നില്ല. വേണ്ട, 500 വെച്ച് തുടങ്ങാം, അപ്പൊ 1000 വെച്ചാക്കാം. അവിടെ ഇഷ്ടം പോലുള്ള ക്യാഷ്. 500 റുപ്യക്ക് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ ഒരു 10 പ്രാവശ്യം വാങ്ങിയാൽ 5000 റുപ്യ. പക്ഷെ അതിന്റെ നിങ്ങൾക്ക് എയർ ഓഫിന് കുറച്ച് കച്ചവടം വരികയാണെങ്കിൽ അവിടെ ഇൻകം റിഡ്യൂസ് ആവാൻ നഷ്ടപ്പെട്ടു പോകുന്നത് അതൊരു പ്രശ്നമുണ്ട്. ഇവിടെ താഴെ നിങ്ങൾ കെയർ ഓഫിൽ 2 ആള് വന്നിട്ടുണ്ട്, 2 ആള് 5000 രൂപ പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് 450 ഇൻകം കയറും, 50 രൂപ കയറും. ആ 450 രൂപ കിട്ടാൻ ഉപകാരം. നിങ്ങൾ 2 ഷോപ്പായിട്ട് ഞങ്ങൾ കമ്പനി തരാം. 1, 2 ഷോപ്പ്. ഈ 2 ഷോപ്പിലും 5000 രൂപയുടെ പർച്ചേസ് നിങ്ങളെ കെയർ ഓഫിൽ 2 പേര് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി 450 രൂപ തരും. പക്ഷെ അതിന്റെ 2 അപ്പുറത്തെ പെർസെന്റേജ് തരാം. പക്ഷെ അത് ഇവിടെ കട്ടായി പോകും. കാരണം ഇവിടെ ആക്ടിവേഷൻ നമ്മൾ 5000 രൂപ പ്രൊഡക്റ്റ് എടുക്കാത്തതുകൊണ്ട് നമുക്ക് ആ 450 രൂപ മിസ്സാവും. അതൊരു പ്രശ്നം മാത്രല്ല. പക്ഷെ നമ്മൾ പിന്നെ ഇട്ടാലോ അതിന്റെ നിങ്ങൾ കെയർ ഓഫ് അല്ല, അവരെ കെയർ ഓഫിൽ ബിസിനസ് ആള് വന്നാൽ നിങ്ങൾക്ക് എന്തും കിട്ടും. അങ്ങനെ ആകുമ്പോ പിന്നെ ഇതിപ്പോ ഇതല്ല. അതിപ്പോ തുടക്കക്കാരെ സംബന്ധിച്ച് ടീമായിട്ടില്ല. ടീമായി കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ കെയർ ഓഫിലെ പോകും. ആ കെയർ ഓഫ് മുഖേന പോണ ബിസിനസിന്റെ ലാഭം കമ്പനി നമുക്ക് തരും. അതിനുള്ള എല്ലാ കാരണം ഡയറക്ട് സെല്ലിംഗ് ആയതുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അപ്പോഴേ വരുന്നുണ്ട് സാധനം പെട്ടെന്ന് ആൾ വന്നു വെച്ചത് കിട്ടുന്നു. ഐഡിയ എടുക്കാൻ അവരുടെ അയാൾ എന്ത് ചോദിച്ചാൽ അയാളെ ആധാറിന്റെ ഫ്രണ്ടും ബാക്കും അഡ്രസ് കിട്ടാൻ ചെയ്യേണ്ടത്. ഈ ബിസിനസിന്റെ ഐഡിയയുമായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ പോയിട്ട് കാണാം. അതാണ് അതിന്റെ ഒരു മര്യാദ. അങ്ങനല്ലേ? കാരണം അവരെ പരിചയപ്പെടുത്തി അതൊരു മര്യാദ. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് നിങ്ങളോട് ചോദിക്കണം എന്നുണ്ട്. ഈ 160 ചില്ലറ ഇറങ്ങിയ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ സുഹൃത്തുക്കളെല്ലാവർക്കും നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് ഒന്നുകൂടി കൂടുതലായിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ചോദിച്ചാല് മുജീബ് സാറും ഇനി നമുക്ക് ആരെയും കിട്ടുമോ ഇതുമായി ബന്ധപ്പെട്ട മുജീബ് സാറിനെക്കാട്ടിയും കൂടുതൽ ഈ ഫീൽഡില് ഈ ബിസിനസ്സില് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും നമുക്ക് ഇതിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഞാൻ ഇതേമാതിരി ഇവിടെ പോലെ വന്ന് ഇരിക്കുമ്പോൾ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അവരോട് ഞാൻ സംശയങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളുടെ അറിവിലേക്കും അതുവഴി എൻ്റെ അറിവിലേക്കും ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കും, അവർ കൃത്യമായ മറുപടികളൊക്കെ തരും. അതുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം നേരുന്നു. ബൈ.